ഹായ്, Yes. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് Yes. നമ്മൾ പറയാൻ വന്ന നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളാണ്. Yes. അപ്പൊ ഓണത്തിന്റെ വിഭവങ്ങൾ നമ്മൾ ഇന്ന് ആക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് സദ്യയിൽ ഒഴിച്ചിടാൻ പറ്റാത്ത ഒരു വിഭവങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് കായ് വറുത്ത എന്നുവെച്ചാൽ ബനാന ചിപ്സ്. ഈ മലയാളം അറിയാത്ത ആൾക്കാർക്കും ബനാന ചിപ്സ് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് 2 ചിപ്സ് വാങ്ങിയില്ല, ഞാൻ ചിപ്സ് ഉണ്ടാക്കലുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടിങ്ങനെ നമ്മള് ബനാനന്റെ ഇത് വാങ്ങിയിട്ടുണ്ട്. കായ് പച്ച കായ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഇതാ കൊടുക്കാം. അപ്പം ഇതാദ്യം നമുക്ക് തോല് പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലിടണം. ആ തോല് പൊളിച്ച് മഞ്ഞൾ വെള്ളത്തിലിടാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ആക്കുന്നതാണ്. ഇതിനെ കൊണ്ട് നമ്മൾ ചിപ്സ് ആക്കും അല്ലേ? ചിപ്സ് ആക്കും. നമ്മൾ തന്നെ എല്ലാ വിധങ്ങളും നമ്മൾ തന്നെ ഒരുക്കിയിട്ടുണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു രസം, അതിൻ്റെതായ ഒരു ഭംഗി, സദ്യ ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ ഇത് വെള്ളം എടുത്തിട്ട് കുറച്ച് അതില്ലാതെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾ ഇടാം. കുറച്ച് മഞ്ഞൾ ഇടാം. മഞ്ഞളിട്ട് അപ്പം ഇനി ഓരോന്നായിട്ട് നമുക്ക് കായിൻ്റെ നമുക്ക് കട്ടാക്കാം. എല്ലാം കട്ടാക്കുന്ന പതിവായി ഓരോന്നും ചീന്തി കൊടുക്കാം. ഓക്കെ, അതായത് കട്ടാക്കി പിന്നെ തോല് തോലെടുക്കുന്ന കുറച്ച് പാടാണ്. ഡെയിലി ഇതിൻ്റെ പണിയെടുക്കുന്നവർക്ക് പാടില്ല. പക്ഷെ നമ്മളെല്ലാവർക്കും ഒന്നും ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം നമ്മളിത് നോക്കിയെടുത്തില്ലേ അത് പോക്കല്ലേ. നോക്കാം. എടുത്ത് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇട്ട് ഇനി അടുത്തത് അതുപോലെ തന്നെ എല്ലാം നമുക്കൊന്ന് മുറിക്കാം. കൊടുക്കുക. ഇതിങ്ങനെ നല്ല തോല് മാത്രമാണല്ലോ വരാൻ പാടുള്ളൂ. അപ്പോൾ നല്ല ഇളക്കി കൊടുത്ത് നമുക്ക് ചിപ്സും നമുക്ക് അതിലൊക്കെ രണ്ടും കൂടി നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്തതാണ്. എല്ലാ സദ്യക്കും ഓണത്തിന് പ്രത്യേകിച്ച് നമുക്ക് ഇതാവശ്യമാണ്. അപ്പോൾ ഇനി എല്ലാം നമുക്ക് ഇതേപോലെ അങ്ങനെ നമ്മൾ കായെല്ലാം തോല് ഒഴിച്ച് മഞ്ഞൾ വെള്ളത്തിലിട്ട് കുറച്ച് നേരം. ഇനി നമുക്ക് ഇതിൻ്റെ തോല് നമ്മൾ ചാടുന്നില്ല കേട്ടോ. ഇതിൻ്റെ തോല് നമ്മൾ അപ്പം കായിൻ്റെ തോല് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ. അപ്പം അത് നല്ല കഴുകി നമ്മൾ ഇതാക്കി. അപ്പം ഇതിനെ കൊണ്ട് അച്ചാറുണ്ടാക്കും. പിന്നെ നമുക്ക് ചെറുപയറിൻ്റെ എരിശ്ശേരി. അപ്പോൾ അത് രണ്ടും കൂടി ഇതിനെ കൊണ്ട് വെക്കാനാണ് ഇത് ഇവിടെ വെച്ച്. നല്ല ടേസ്റ്റാണ് ചെറുപയറും വെച്ച് കായ്ത്തോലിൻ്റെ അടിപൊളി. അങ്ങനെ അതൊരു ഇതായി. ഇനി കുറച്ച് നേരം കഴിഞ്ഞ് നമുക്കിത് ചിപ്സാക്കാം. ഓക്കെ, പിന്നെ വീണ്ടും കാണാം. നമ്മൾ കായ് ചിപ്സാക്കാൻ പോവാം. എല്ലാം മഞ്ഞൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി കുറച്ച് വെള്ളം ഉണ്ടാ. പിന്നെ ഇത് ഉപ്പ് വെള്ളമാക്കി വെച്ചാണ്. നല്ല കട്ട ഉപ്പിൻ്റെ വെള്ളം, അധികം വേണ്ട. അത് വായിൽ വെച്ച് നോക്കാം ഉപ്പ് ഇങ്ങനെ ആകുന്നുണ്ടോ, ഉപ്പ് നല്ല ഇതായിട്ട് ഉണ്ടോയെന്ന് നോക്കുക. കൂടുതലല്ല, ഒരു കണക്കിന്. പിന്നെ നമുക്ക് കായ് റെഡി.
ആണ് ചിപ്സ്. നമുക്ക് പിന്നെ നമുക്ക് നല്ല നല്ല കൂട്ടി കൊടുക്കാം തീ. തീയിട്ട് കൊടുക്കണം. വെന്തോട്ടെ. ഫ്രൈ ആവട്ടല്ലേ? നല്ലോണം ഫ്രൈ ആവട്ടെ. ഫ്രൈ ആവും. കായ് വറുത്ത് നല്ല ആകുന്നുണ്ട്. ഓക്കെ. അങ്ങനെ ചിപ്സ് നമ്മളിങ്ങനെ നല്ലോണം വേവിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്പി എന്തെങ്കിലും എടുത്ത് ഇങ്ങനെ അടിച്ചു വെക്കാം. ഈ ചപ്പ് പോലെ ഇങ്ങനെ ഒരു ഒച്ച വരുന്ന സമയത്ത് നമ്മൾ ഉപ്പ് വെള്ളവും മഞ്ഞൾ വെള്ളവും കൂടി ആക്കി വെച്ചത് നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് നമുക്ക് നന്നായി നല്ലോണം അത് വെന്തി വറക്കണം. നന്നായി അതിലൊന്ന് വെന്തിടണം. അതിന് ശേഷം നല്ല ഇത് അതേപോലെ തന്നെ നല്ല ഇങ്ങനെ ഒരു ഒച്ച പോലെ ഇത് നല്ല അടിപൊളിയായിട്ട് നല്ല വെന്ത് ചിപ്സ് കണ്ട അതേപോലെ തന്നെ നല്ല ഒച്ചയെല്ലാം വന്ന് നല്ല ഇത് കാണാൻ ക്വാളിറ്റിയാണ്. നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ചിപ്സ് ഉണ്ടാക്കുന്ന കായ് വാങ്ങണം. നേരം നല്ല എല്ലെങ്കിലും നല്ല അടിപൊളി. ഇത് കായ് അത്ര ശരിയില്ല, അതെ എന്നാലും ഒപ്പിക്കാം നമുക്കല്ലേ. പക്ഷെ നല്ല ക്വാളിറ്റി നമുക്കിപ്പോൾ ഓരോരുത്തർ ബിസിനസ് എല്ലാം ചെയ്യുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റി ചിപ്സ് എടുക്കണം. ഫസ്റ്റ് ക്വാളിറ്റി ആണ് ഇത്. പിന്നെ നമുക്ക് ഇവിടെ സത്യത്തായ കുഴപ്പമില്ല. അങ്ങനെ ചിപ്സ് എല്ലാം ഇനി ഫുള്ളാക്കിയിട്ട് കാണാം. ഫുള്ളാക്കിയിട്ട് കാണാം. അടുത്തത് നമ്മളെ ചിപ്സ് എല്ലാം ആക്കി കഴിഞ്ഞ് നല്ല അടിപൊളി ചിപ്സ് ആക്കി കഴിഞ്ഞു. ഒരുപാടായിട്ട് ഏതായാലും 40 റുപ്യക്ക് വാങ്ങി. അത് 2 കിലോ കിട്ടി 40 റുപ്യക്ക്. അപ്പോൾ നല്ല അടിപൊളി ഇതാ ഒരുപാടിൽ നിറച്ചും ചിപ്സ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ചിപ്സ് റെഡിയായി കഴിഞ്ഞ് നല്ല അടിപൊളി ഓണസദ്യയിലെ ഒരു ഒന്നായി അല്ലേ? ഓണസദ്യയിലെ ആദ്യത്തെ വിഭവമായി അല്ലേ? ആദ്യത്തെ വിഭവമായി. അപ്പം നമുക്ക് ഇത് കഴിഞ്ഞാൽ ഡബിലിട്ട് വെക്കാം. ഓക്കെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത ഓണ വിഭവമായിട്ട് ഓക്കെ.